ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കളർ കോഡ് സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ചതായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിക്കുകയുണ്ടായി. ഇനി ഡ്രൈവിംഗ് സ്കൂളുകളിൽ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും അതിൻ്റെ കളറുകളിൽ മാറ്റം വരുത്തണമെന്ന് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും അതിന് കുറച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും ആംബർ മഞ്ഞ എന്ന ഒരു കളറാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വാഹനം പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. തിരക്കേറിയ റോഡുകളിലും അതുപോലെ തന്നെ ടൗണുകളിലും മറ്റുള്ള വാഹനക്കാർ വളരെയധികം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ മോട്ടോർ പരിശീലന വണ്ടിക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയും അവർക്ക് തടസ്സമില്ലാതെ പോകുന്നതിനും അതുപോലെ തന്നെ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കളർ കോഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കളർ കോഡ് ആംബർ മഞ്ഞ എന്ന ഒരു കളർ വളരെ ദൂരെ നിന്ന് പെട്ടെന്ന് വാഹനം തിരക്കേറിയ നഗരത്തിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കളർ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ വാഹനത്തിൻ്റെ മുമ്പിലും പുറകിലും അതുപോലെ തന്നെ ബമ്പറിലും അതുപോലെ തന്നെ ബോണറ്റ്, ഡിക്കി എന്നിവയിലെല്ലാം ഈ തരത്തിലുള്ള കളർ ഉപയോഗിക്കുവാനാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നല്ല ഒരു ആശയമാണ്. കാരണം മറ്റുള്ള വാഹനക്കാർ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണയായി ഡ്രൈവിംഗ് സ്കൂളുകളിലെ വാഹനങ്ങളിൽ 2 സൈഡിലാണ് സാധാരണയായി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പരസ്യം എഴുതാറ്. ഇടത്തെ ഡോറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ വലതുഭാഗത്തെ ഡോറിൻ്റെ ഭാഗത്തുമാണ് ഇതുവരെ നമ്മൾ എഴുതിയത് കാണുന്നത്. അത് മറ്റുള്ള വാഹനം ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വാഹനവും ബാക്കിൽ നിന്ന് വരുന്ന വാഹനവും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം എത്ര ദൂരത്തു നിന്നും ഏത് വാഹനങ്ങൾക്കും എത്ര ദൂരത്തു നിന്നും ഏത് തിരക്കുള്ള ഭാഗത്തു നിന്നും വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരു നല്ല കാര്യം തന്നെയാണ്. പരിശീലനം നടത്തുന്ന പരിശീലകർക്കും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ മറ്റു റോഡുകളിൽ വാഹനം ഓടിക്കുന്ന പുതുതായി ഇറങ്ങുന്ന ഡ്രൈവർമാർക്കും ഇത് നല്ല ഒരു സംവിധാനമാണ്. കാരണം അവർ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് പഠിച്ച് കൃത്യമായ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലൊരു കളർ കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് ഈ വാഹനത്തിൽ വരുന്ന ആളുകൾ കൃത്യമായി ഓടിക്കാൻ അറിയാതെ പരിശീലനം നടത്തുന്നതാണെന്ന്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് വാഹനം ഒതുക്കി കൊടുക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനും സാധിക്കും. ഇതൊരു നല്ല ആശയം തന്നെയാണ്. ഏതായാലും ഇത് 2024 ഒക്ടോബർ 1-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ മുന്നേ തന്നെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെല്ലാം ഈ വാഹനത്തിൻ്റെ കളർ സംവിധാനം കൊണ്ടുവരണമെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഏകദേശം സെപ്റ്റംബർ ഒരു മാസം കാലാവധി അതിന് തന്നിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലെ വാഹനങ്ങളും ഇത്തരത്തിൽ കളർ കോഡ് സംവിധാനം നടപ്പിലാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒക്ടോബർ 1-ാം തീയതിയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇത് റോട്ടിൽ എല്ലാ ആളുകൾക്കും ഒരു സഹായകമാവും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.